ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലമാണ് ഈ എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള ശീലം. അതിന് കാരണമായിട്ട് പലരും പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുമോ, ഞാൻ സെൽഫിഷ് ആണെന്ന് മറ്റുള്ളവർ കരുതുമോ, ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് എല്ലാവരും പറയാറുള്ളത്. ഫ്രണ്ട്സ്, ഒരു നോ പറയേണ്ടടുത്ത് പോലും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ മനസ്സ് തുറന്ന് കാണിച്ചാലും ചില ആളുകൾ ഒരിക്കലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ മേൽ മറ്റുള്ളവർ എഗ്രി ചെയ്യണമെന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ക്ലാരിറ്റി മാത്രമാണ്. ക്ലാരിറ്റി മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ നോ പറയേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ നോ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ നോ പറയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഏത് കാര്യങ്ങളിലും നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് കുറയാൻ തുടങ്ങും, നമ്മുടെ എനർജി കുറയാൻ തുടങ്ങും, നമുക്ക് പതുക്കെ ഗിൽട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ നമുക്ക് തന്നെ ഡൗട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഒരു കാര്യം 10 പേരോട് പറയുമ്പോൾ 10 അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനോട് നമുക്ക് ഒരിക്കലും റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. സ്വന്തം തീരുമാനങ്ങളോട് റെസ്പെക്ട് പുലർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ഡിസിഷൻസിനെ റെസ്പെക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ യോർ എക്സ്പ്ലനേഷൻ ഒഴിവാക്കുവാനും പഠിച്ചാലോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക, പ്രൊട്ടക്ട് മൈ പീസ്. ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലമാണ് ഈ എന്ത് കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള ശീലം. അതിന് കാരണമായിട്ട് പലരും പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുമോ, ഞാൻ സെൽഫിഷ് ആണെന്ന് മറ്റുള്ളവർ കരുതുമോ, ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് എല്ലാവരും പറയാറുള്ളത്. ഫ്രണ്ട്സ്, ഒരു നോ പറയേണ്ടടുത്ത് പോലും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ മനസ്സ് തുറന്ന് കാണിച്ചാലും ചില ആളുകൾ ഒരിക്കലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ മേൽ മറ്റുള്ളവർ എഗ്രി ചെയ്യണമെന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ക്ലാരിറ്റി മാത്രമാണ്. ക്ലാരിറ്റി മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ നോ പറയേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ നോ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ നോ പറയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഏത് കാര്യങ്ങളിലും നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് കുറയാൻ തുടങ്ങും, നമ്മുടെ എനർജി കുറയാൻ തുടങ്ങും, നമുക്ക് പതുക്കെ ഗിൽട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ നമുക്ക് തന്നെ ഡൗട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാരണം ഒരു കാര്യം 10 പേരോട് പറയുമ്പോൾ 10 അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനോട് നമുക്ക് ഒരിക്കലും